നമസ്കാരം. ഉത്തരാഖണ്ഡിൽ നിന്നൊരു വാർത്ത വരുന്നു. നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ഉണ്ടല്ലോ, വീഗാർഡ്. അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനം, വീഗാർഡിന്റെ സ്റ്റെബിലൈസറൊക്കെ ഉണ്ടാക്കുന്ന സ്ഥാപനം പൂട്ടിക്കാൻ വേണ്ടി നമ്മളെ ഈ എളമനം കരീം സാഹിബും, അതായത് നമ്മുടെ ഡിവൈഎഫ്ഐന്റെയും അതുപോലെ CITUവിന്റെയും ഒക്കെ ആൾക്കാരൊക്കെ, അതായത് CPMന്റെ ഒക്കെ ആൾക്കാരാണല്ലോ. എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ ആൾക്കാരാണല്ലോ. മൂപ്പരും കൂടെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് അറിയുന്നുണ്ട്. പണ്ട് മാവൂർ ഗോളി റയൺസ് അവിടെയായിരുന്നു തുടക്കം. ഒരു തൊഴിലാളിയായിട്ട് വന്നു, പിന്നെ തൊഴിലാളി നേതാവായി, പിന്നെ പിന്നെ അറിയാലോ എവിടേക്ക് എത്തി എന്നുള്ളത്. അവസാനം അത് പൂട്ടിച്ചു. ഇവിടെ രസം എന്ന് പറഞ്ഞാൽ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിന്റെ അല്ലെങ്കിൽ വീഗാർഡിന്റെ സ്ഥാപനങ്ങളെ പൂട്ടിക്കാൻ ഇപ്പോ കേരളത്തിൽ നടക്കില്ല എന്ന് മനസ്സിലായി. പണ്ട് നടത്തിയ ഒരു കഥ ഞാൻ എന്റെ ബ്ലോഗിൽ ഒരുപാട് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. മുമ്പ് ഈ സമരം നടക്കുന്ന സമയത്ത്, CPMന്റെ ഒരു സമരം നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ അവരുടെ വഴി നടക്കുന്നതിനുള്ള ആയിട്ട് കുറച്ച് സംസാരിച്ചതിന്റെ ഭാഗമായിട്ട് നമ്മളെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി സാഹിബ് ഒരു 5 ലക്ഷം രൂപ സമ്മാനം കൊടുത്ത കഥ നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ലല്ലോ. അതിനു മുമ്പൊരു കഥയുണ്ട്. അന്ന് ഞാനൊരു ലേഖനം എഴുതിയതാണ്, കൊച്ചൗസേപ്പ് ചേട്ടൻ പിന്നെ CPMനോട് നന്ദികേട് കാണിക്കരുതെന്ന്. അങ്ങനെയായിരുന്നു ഞാൻ ലേഖനം എഴുതിയിരുന്നത്. അതിനർത്ഥം ഈ വീഗാർഡിന്റെ തുടക്കകാലം അദ്ദേഹം ഒരു സ്റ്റെബിലൈസറൊക്കെ ഉണ്ടാക്കി ഒരു സ്കൂട്ടറിൽ എടുത്തു വെച്ച് കൊണ്ടു നടന്ന് വിൽക്കുന്ന കാലം. അന്ന് ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ടാക്കാൻ നോക്കിയ സമയത്ത് നമ്മൾ ആശാന്മാർ ഇന്നത്തെ പോലെ വന്ന് കൊടി പിടിച്ചു, അതങ്ങോട്ട് പൂട്ടിച്ചു. കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളി ആകട്ടെ ആ സമരത്തിനോട് അങ്ങോട്ട് യോജിച്ചില്ല. എന്നാ പിന്നെ തൊഴിലാളികൾക്ക് ജോലി വേണ്ടെങ്കിൽ വേണ്ട, അങ്ങനെ ആ സ്ഥാപനം അങ്ങോട്ട് പൂട്ടിയിട്ട് അവിടെയും ഇവിടെയുള്ള കന്യാസ്ത്രീകളെയും അല്ല അതുപോലെ മറ്റ് പലരെയും ഒക്കെ എന്ന് പറഞ്ഞാൽ പൈസ ആവശ്യമുള്ള, സമയം ആവശ്യം പോലെയുള്ള പലരെയും പരിശീലിപ്പിച്ചിട്ട് അങ്ങനെയൊക്കെ വീഗാർഡും അതും ഇതുമൊക്കെ ഉണ്ടാക്കി മൂപ്പരങ്ങോട്ട് കച്ചവടം തുടങ്ങി. ചുരുക്കം പറഞ്ഞാൽ കേരളത്തിലെ അദ്ദേഹത്തിന്റെ ആ സ്ഥാപനം അന്ന് CPMന്റെ നേതൃത്വത്തിൽ പൂട്ടിച്ചത് കൊണ്ടാണ് ഇന്ന് വീഗാർഡ് ഇന്നത്തെ പൊസിഷനിലേക്ക് എത്തിയത്. അതിന് കൊച്ചൗസേപ്പ് ചേട്ടൻ CPMനോട് നന്ദികേട് കാണിക്കരുത് എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ 5 ലക്ഷം കൊടുത്തിട്ട് CPMനെതിരെ നിന്നിട്ടുള്ള വനിതയ്ക്ക് 5 ലക്ഷം കൊടുത്തത് CPMനോടുള്ള നന്ദികേടല്ലേ. അതാണ് ഞാൻ അന്ന് അനുസ്മരിച്ചുകൊണ്ടൊരു ലേഖനം എഴുതിയത്. ഇപ്പോഴുള്ള കുറെ മുമ്പാണ്. അതിന്റെ സമാനമായ രീതിയിലാണ് ഇന്നിപ്പോ ഉത്തരാഖണ്ഡിൽ നടക്കുന്നത്. അവിടെ വീഗാർഡിനെതിരെ സമരം നടക്കുന്നു. പണിയെടുത്താൽ കൂലി, ഒരു പീസിന് ഇത്ര റേറ്റ്, അപ്പൊ അതനുസരിച്ചിട്ട് പണിയെടുത്തു കഴിഞ്ഞാൽ അതിന്റെ കൂലി കിട്ടും. അതങ്ങോട്ട് കൂട്ടിക്കൊടുക്കണം, അത് അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്ന് പറഞ്ഞുകൊണ്ട് CPM അവിടെയും ചെന്ന് പിത്തിന ഉണ്ടാക്കി കുറച്ചു പേരുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് സംബന്ധിച്ചുള്ള വാർത്തകളാണ് വന്നിട്ടുള്ളത്. എന്തായാലും ബംഗാളും ത്രിപുരയൊക്കെ ഒരു വഴിക്കാക്കി. ഇനിയിപ്പോ അവിടെയുള്ള സ്ഥാപനം പൂട്ടിക്കണം. കേരളം ഏകദേശമൊക്കെ തീരുമാനമാകാനായി. ഈ പറയുന്ന പാർട്ടിക്ക് ഇങ്ങനെ പൂട്ടിച്ച് തുമ്പില്ലാതാക്കാനല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാപനം തുറന്ന് 10 പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയുള്ള എന്തെങ്കിലും ഒന്ന് ചെയ്ത് ഒരു പരിചയം എവിടെയെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? എന്റെ വീഡിയോ മുഴുവനായി കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന്റെ താഴെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് എഴുത്. അങ്ങനെ എന്തെങ്കിലും നിങ്ങളുടെ ഓർമ്മയിൽ വരുന്നുണ്ടെങ്കിൽ അതൊന്ന് രേഖപ്പെടുത്തും, ഒന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. Different angles. Don't forget to subscribe and support this channel.